അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ബഹുമാനപ്പെട്ടവർ തൻ്റെ കൂട്ടുകാരടുക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഇന്നാലിന്നൊരു മനുഷ്യന് നിങ്ങളെ ചീത്ത പറയുന്നുണ്ട്, നിങ്ങളെ ഗീബത്ത് പറയുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവരോട് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞു. ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം നമുക്കുണ്ടെങ്കിൽ, അതായത് മറ്റൊരാൾ നമ്മളോട് വന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആൾക്കാർ ചീത്ത പറയുന്നുണ്ട്, ഗീബത്ത് പറയുന്നുണ്ട്, നിങ്ങളെ കുറവാക്കി പറയുന്നുണ്ട് എന്ന് നമ്മളെക്കുറിച്ച് ഒരാൾ പറയുന്നത് കേട്ടാൽ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വിശ്വസിക്കുകയും ആ പറഞ്ഞു എന്ന് പറയുന്ന ആളെ നാം തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ സ്വാഭാവികം. പക്ഷേ ബഹുമാനപ്പെട്ട വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഈ വന്ന് എന്നോട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞ് സ്വകാര്യം പറഞ്ഞ് ആ കൂട്ടുകാരനോട് ചൂടാവുകയാണ്. എന്നിട്ട് പറയാണ്, ശൈത്താന് എന്നെ ചതിക്കാൻ വേണ്ടി, എന്നെ ചൂടാക്കാൻ വേണ്ടി നിന്നെയാണോ എന്നിലേക്ക് അയച്ചത് എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ ഗൗരവത്തോടു കൂടെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാൻ, ഇനി മുതൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ എന്നോട് വന്ന് പറയരുതേ. എന്നെക്കുറിച്ച് ആര് പറയുന്നുണ്ടെങ്കിലും ആര് പറയുന്നില്ലെങ്കിലും അതൊന്നും എനിക്ക് കേൾക്കേണ്ടതില്ല, അതൊന്നും ഞാൻ ശ്രവിക്കില്ല, ഞാനതൊന്നും ശ്രദ്ധിക്കില്ല. എന്നോട് ഒരിക്കലും പോലും ഇങ്ങനെയുള്ള ഒരു ഫസാദോ ഇങ്ങനെയുള്ള ഫിത്നയുമായി എൻ്റെ അടുക്കൽ വരികയെ തന്നോട് സ്വകാര്യം പറഞ്ഞ് അദ്ദേഹത്തിനോട് ചൂടാവുകയാണ്. വല്ലാത്തൊരു അത്ഭുതമാണ്. പക്ഷെ അതിനേക്കാൾ അത്ഭുതം അവിടെയുള്ള ആൾക്കാരൊക്കെ പറയണം, ഇങ്ങനെ ഈ സംസാരങ്ങളൊക്കെ നടന്ന ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ചീത്ത പറഞ്ഞു എന്ന് പറയപ്പെട്ട ആ ആളുണ്ടല്ലോ, അദ്ദേഹം ആ സദസ്സിലേക്ക് വരികയാണ്. പക്ഷെ ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർക്ക് ഇങ്ങനെ വിഷയം കിട്ടിയിട്ടുള്ളത്, എന്നെക്കുറിച്ച് ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് എന്ന്. പക്ഷേ വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു ഒരു വിഷമം കാണിക്കാതെ അദ്ദേഹം വരുമ്പോഴേക്ക് അദ്ദേഹത്തിലേക്ക് സലാം പറയുകയും എനിക്ക് വേണ്ടി എണീച്ചു നിൽക്കുകയും നല്ല സംസാരം അദ്ദേഹത്തിനോട് സംസാരിക്കുകയും എന്നെക്കുറിച്ച് ചീത്ത പറഞ്ഞ ആളാണെന്ന് ഇദ്ദേഹം എന്ന് ഒരു വിചാരം ബഹുമാനപ്പെട്ടവരെ ഖൽബിലോ ആ സംസാരത്തിലോ ആ ഇടപെടലിലോ ഉണ്ടായിട്ടില്ല. അവിടെയുള്ള ആൾക്കാരൊക്കെയും അത്ഭുതപ്പെട്ടുപോവുകയാണ്. എന്തൊരു ഈമാനാണ്, എന്തൊരു സ്വഭാവമാണ്. എന്നെക്കുറിച്ച് ചീത്ത പറഞ്ഞ ആളാണെന്ന് അറിഞ്ഞിട്ട് പോലും, അത് ചിലപ്പോൾ സത്യമായിരിക്കാമല്ലോ, പക്ഷേ അതൊന്നും ബഹുമാനപ്പെട്ടവർ കണക്കാക്കുന്നില്ല, അതൊന്നും ബഹുമാനപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെയും തവക്കൽതു അലല്ലാഹ്, എന്നെക്കുറിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും തിരുത്തട്ടെ. ഇനി എന്നിൽ അത്തരത്തിലുള്ള ദോഷമുണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തിക്കൊള്ളാം. അല്ലാതെ ഒരാളോടും ഞാൻ ദേഷ്യം വെക്കാനില്ല, ഒരാളോടും വൈരാഗ്യം വെക്കാൻ ഞാനില്ല, ഒരാളോടും ചതി വെക്കാൻ ഞാനില്ല. ഞാൻ എല്ലാവരോടും നല്ല മനസ്സോടുകൂടെയാണ്, നല്ല ഹുസ്നുൽ ഖുൽഖോടെയാണ്, എല്ലാവരോടും ഞാൻ ഹുസ്നുൽ അന്നോടെയാണ്. ഞാൻ ആരും തെറ്റിദ്ധരിക്കലില്ല, എനിക്കൊരിക്കലും ഒരു ശത്രുവുമില്ല. ആരെന്നെക്കുറിച്ച് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊക്കെയും എനിക്ക് മിത്രമാണെന്നുള്ള ആ വല്ലാത്ത ചിന്തയാണ്. ഇങ്ങനൊരു ചിന്ത വരണമെങ്കിൽ അത് എത്രമാത്രം ഈമാനിൻ്റെ പവർ കൊണ്ടാണ്. നോക്ക്, ഇത് വല്ലാത്തൊരു വിഷയമാണ്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് എവിടെങ്കിലും കേട്ടാൽ പിന്നെ നാം ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ മുഖത്തിലേക്ക് നാം നോക്കില്ല, നാം സംസാരിക്കില്ല. ചിലപ്പോൾ അങ്ങനെ കേട്ടത് അത് തെറ്റിദ്ധാരണമായിരിക്കാം, നമ്മളോട് പറഞ്ഞാൽ അദ്ദേഹം ഫിത്ന പറഞ്ഞതായിരിക്കാം. പക്ഷെ അതൊന്നും നാം ശ്രദ്ധിക്കാതെ ഇങ്ങനൊരു വിഷയം കേട്ടു എന്ന് പറയുമ്പോഴേക്ക് നാം തളർന്നു പോകുന്നു, നാം അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്. നാം വീണ്ടും അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ചീത്ത എന്ത് പറയാനുണ്ടെന്ന് നാം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നാം ചതിവെക്കാൻ നോക്കുകയാണ്, അദ്ദേഹത്തിന് നാം വിഷമപ്പെടുത്താൻ നോക്കുകയാണ്, അദ്ദേഹത്തിനോട് വൈരാഗ്യം വെക്കാൻ നോക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്വഭാവം. പക്ഷേ മഹാന്മാരുടെ സ്വഭാവം അതല്ല. അതാണ് ബഹുമാനപ്പെട്ട വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതം കൊണ്ട് കാണിച്ചത്. തൻ്റെ അടുക്കൽ എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് വന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഇന്നവരാണ് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ആളോടാണ് ബഹുമാനപ്പെട്ടവർ ചൂടായിട്ടുള്ളത്, വിഷമം കാണിച്ചിട്ടുള്ളത്. അതേസമയത്ത് പറഞ്ഞു എന്ന് പറയപ്പെട്ട ആൾ വന്നപ്പോഴൊന്നും
ബഹുമാനപ്പെട്ടവർ ഒരു വെറുപ്പോ ഒരു വിഷമമോ അവിടെ നിന്ന് കാണിക്കുന്നില്ല. ഇതാണ് ബഹുമാനപ്പെട്ട വഹ്ബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതം കൊണ്ട് നമ്മെ മാതൃകയായി കാണിച്ചിട്ടുള്ളത്. അത് വല്ലാത്ത ഒരു സ്വഭാവമാണ്. അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടെ ഇവിടെ ജീവിക്കാം. കാരണം എൻ്റെ ജീവിതം, എൻ്റെ എല്ലാ അമലുകളും അത് റബ്ബിന് വേണ്ടിയാണ്. അവനെ പൊരുത്തപ്പെടിച്ചാൽ മതി. പിന്നെ ആരും ഇവിടെ പൊരുത്തപ്പെടണമെന്നുമില്ല, ആരും ഇവിടെ ഇഷ്ടപ്പെടണമെന്നുമില്ല. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടപ്പെടാത്തവർ അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള ആ നല്ല ചിന്തയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിത ബർക്കത്തുകൊണ്ട് നമ്മയും നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.